കായയും വഴുതനങ്ങയും കൊണ്ടുള്ള പുളിങ്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കായ, വഴുതനങ്ങ, വലിയ ഉള്ളി, തക്കാളി എന്നിവ മുറിച്ച് നമ്മളൊരു കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് പച്ചമുളകും ഇടണം. അതിലേക്ക് പുളി ഒഴിക്കുക. പുളി ഒരു അത്യാവശ്യം പുളി ഉണ്ടായിക്കോട്ടെ. ഇതൊരു പുളിങ്കറി ആയതുകൊണ്ട് തന്നെ പുളി മുന്നിലേക്ക് തന്നെ നിൽക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് അടുപ്പിൽ വെച്ച് 2 പ്രാവശ്യം ഒന്ന് വിസിലടിക്കുക. അപ്പോൾ കായയ്ക്ക് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ അതിന് 2 വിസിലൊക്കെ വേണ്ടി വരും. അതിലേക്ക് നാളികേരവും ജീരകവും പച്ചമുളകും കൂടിയിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല അടിപൊളി പുളിങ്കറി ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്.